ഹായ് ഫ്രണ്ട്സ്, ഒറ്റ നോട്ടത്തിൽ ഇത് മൂന്നും റെസിസ്റ്റർ ആണെന്ന് തോന്നാം. എന്നാൽ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ വയറിന്റെ ഷേപ്പ് നോക്കിയേ, നടുക്ക് കാണുന്ന ഇൻഡക്ടർ ആണ്. ഇങ്ങനെയാണ് ഇൻഡക്ടറിനെ തിരിച്ചറിയുന്നത്. റെസിസ്റ്റർ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് 2.2 കിലോമിന്റെ റെസിസ്റ്റർ ആണെന്നും ഇത് 220 ഓമിന്റെ റെസിസ്റ്റർ ആണെന്നും. എന്നാൽ നമ്മൾ ഒരു ഇൻഡക്ടർ ഇതേ രീതി കാണിക്കുന്നെങ്കിൽ പെട്ടെന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എന്നാൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നമ്മുടെ റെസിസ്റ്ററിന്റെ അതേ കളർ കോഡിംഗ് സ്കീം തന്നെയാണ് ഇൻഡക്ടറിന് യൂസ് ചെയ്തേക്കുന്നത്. അവസാനത്തെ ആ മൾട്ടിപ്ലയറിന് ശേഷം കിട്ടുന്ന ആൻസറിൽ മൈക്രോ ഹെൻറി ആക്കുക, അത്ര തന്നെ. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. റെഡ് ബ്ലാക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനകത്ത് ഫസ്റ്റ് ബാങ്ക് റെഡ് ആക്കി 2, അടുത്തതും റെഡ് ആണ് 2, ഇനി അടുത്തത് മൾട്ടിപ്ലയർ ആണ് അത് 1. അപ്പോൾ 22 × 1 22 മൈക്രോ ഹെൻറി. അവസാനത്തെ ബാങ്ക് സിൽവർ ആയിട്ടുണ്ട്, +or -10% ഇൻഡക്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാവാം. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുവാണെങ്കിൽ റെഡ് ബ്രൗൺ. ഇപ്പൊ നോക്കിയേ, അവസാനത്തെ ബാങ്ക് ബ്രൗൺ ആണ്. ബ്രൗൺ ആയിട്ടുണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലയർ 1 പകരം 10 ഇട്ട് മൾട്ടിപ്ലൈ 22 × 10 220 മൈക്രോ ഹെൻറി. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുവാണെങ്കിൽ ഓറഞ്ച് ബ്ലാക്ക്. ഓറഞ്ച് എന്ന് പറയുമ്പോൾ 3 ആണ്, അടുത്തത് വീണ്ടും ഓറഞ്ച് 3 33 ഇൻറ്റു ബ്ലാക്ക് എന്ന് പറയുമ്പോഴേക്ക് 1 33 മൈക്രോ ഹെൻറി. അതേപോലെ ഓറഞ്ച് ബ്രൗൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ 33 × 10 330 മൈക്രോ ഹെൻറി. ഇനി നമ്മൾ ബ്രൗൺ ബ്ലാക്ക് ഗോൾഡ് എടുക്കുവാണെങ്കിലോ, ഗോൾഡിന് ഒരു പ്രത്യേകത ഉണ്ട്, കാണിച്ചത് ബ്രൗൺ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുമ്പോൾ 0.1 ഇട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എത്രയായി? 1 മൈക്രോ ഹെൻറി. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡക്ടറിന്റെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ കളർ കോഡ് നോക്കി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോണിക് സംബന്ധമായ എത്ര ടിപ്പുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ.